ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമാവുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും സംരംഭക സാധ്യതകളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി. പി അനൂപ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, വേദിയിൽ മന്ത്രിമാരടക്കം എല്ലാവരെയും കാണാനുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. ചടങ്ങ് തുടങ്ങാറായോ? ജെയിംസ്, ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു നിക്ഷേപ സംഗമമാണ്. പ്രത്യേകിച്ച് 6 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി 2500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന 28 സെഷനുകളുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു നിക്ഷേപ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുകൂടാതെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള പീയൂഷ് ഗോയൽ, വാണിജ്യമന്ത്രിയാണ് പീയൂഷ് ഗോയൽ, അതോടൊപ്പം തന്നെ നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള ജയന്ത് ചൌധരി എന്നിവരും, അതോടൊപ്പം വിവിധ വ്യവസായ പ്രമുഖരും, അതോടൊപ്പം തന്നെ നീതി ആയോഗിന്റെ മുൻ CEO അമിതാഭ് കാന്ത് ഉൾപ്പെടെയുള്ള അതിഥികളും ഇതിനോടകം തന്നെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നും നാളെയും കേരളത്തിൽ ഒരുപക്ഷെ ഏതെല്ലാം മേഖലകളിൽ പുതിയ വ്യവസായ സാധ്യതകളുണ്ട്, ഏതെല്ലാം മേഖലകളിൽ വ്യവസായ വിപുലീകരണം സാധ്യമാകും തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് സുസ്ഥിര വികസനം, സമുദ്രോൽപ്പന്നം, അതോടൊപ്പം തന്നെ ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം, AI, തുറമുഖം, അതോടൊപ്പം തന്നെ പരമ്പരാഗത ഊർജ്ജ മേഖലകൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലായിട്ടാണ് ഈ 25-ലധികം സെഷനുകൾ നടക്കുന്നത്. 6 രാജ്യങ്ങളുടെ പങ്കാളിത്തം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഈ ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടിയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ എത്രത്തോളം നിക്ഷേപം സാധ്യമാകുമെന്നതിന്റെ പരമാവധി സാധ്യതകൾ ജർമ്മനിയും, വിയറ്റ്നാമും, നോർവേയും, ഓസ്ട്രേലിയയും, മലേഷ്യയും, ഫ്രാൻസും, ഈ 6 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വിശദമായിട്ട് തന്നെ ഇന്നും നാളെയും നടക്കുന്ന ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കും. ഇതുകൂടാതെ UAE-യുടെ ധനമന്ത്രിയും അതോടൊപ്പം ബഹറിന്റെ വ്യവസായ മന്ത്രിയും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാവുന്ന നിക്ഷേപ സാധ്യതകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഉച്ചകോടി ആരംഭിക്കുന്നതിന് മുൻപ് എത്രത്തോളം നിക്ഷേപം വരും അല്ലെങ്കിൽ എത്രത്തോളം നിക്ഷേപം ലക്ഷ്യമിടുന്നു എന്ന കാര്യം ഇതിനോടകം തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഇതിന് ഒരു വ്യവസായ മന്ത്രി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള നിക്ഷേപ സംഗമങ്ങൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഉച്ചകോടികൾ, നിക്ഷേപ ഉച്ചകോടികൾ, ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യത്തിലെത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കമ്പനികൾ അവർക്ക് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന വിവിധ പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും വിശദമായിട്ടുള്ള ചർച്ചകളും അവതരണവും നടന്നതിന് ശേഷം ഒരുപക്ഷെ താല്പര്യപത്രം ഒപ്പുവെച്ച് നാളെ വൈകിട്ടോടുകൂടി, അതായത് ഈ 2 ദിവസത്തെ ഉച്ചകോടി അവസാനിക്കുന്ന നാളെ വൈകിട്ടോടു കൂടിയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്രത്തോളം വലിയൊരു നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്, അത് എത്ര കാലഘട്ടം എടുത്തുകൊണ്ട്, അതായത് ഉടനടി നടക്കാൻ പോകുന്ന സംരംഭങ്ങൾ, അതോടൊപ്പം നിലവിലുള്ള പദ്ധതികളുടെ വിപുലീകരണം, ഒരുപക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ പോകുന്ന വൻകിട സംരംഭങ്ങൾ തുടങ്ങി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി തിരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്ര കോടിയുടെ നിക്ഷേപം വരും, ഈ ഒരു നിക്ഷേപ സംഗമം എത്രത്തോളം ഫലപ്രദമാണ് എന്ന കാര്യങ്ങൾ നാളെ ആയിരിക്കും വിശദീകരിക്കുന്നതാണ് വ്യവസായ മന്ത്രി വ്യക്തമായിട്ടുള്ള. ഏതായാലും അകത്തുള്ളവരും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായിട്ടുള്ള വ്യവസായ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ബഹറിന്റെയും അതോടൊപ്പം തന്നെ UAE-യുടെയും മന്ത്രിമാർ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ, വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ വിദേശ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ, അതായത് IT മേഖല, അതോടൊപ്പം തന്നെ മറ്റ് സേവന രംഗങ്ങൾ, ടൂറിസം, ആയുർവേദം, പാരമ്പര്യ ചികിത്സാ രീതികൾ, AI സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണം, തുറമുഖം, സമുദ്രോൽപ്പന്നങ്ങളുടെ ഉപയോഗം, പരമ്പരാഗത വ്യവസായ മേഖലകൾ തുടങ്ങി കേരളത്തിന് സാധ്യമാകുന്ന എല്ലാ മേഖലകളിലും എത്രത്തോളം വികസനം സാധ്യമാകുമോ അത്തരത്തോളം വികസനത്തിന് സാധ്യമാകുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ സംരംഭങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു വാതായനം തുറക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ മന്ത്രി P രാജീവ്, വ്യവസായ മന്ത്രി P രാജീവ് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിന്റെ തുടക്കമുണ്ട്. അതായത് കേരളത്തിൽ വ്യവസായ നടത്തിപ്പിന് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ പഴങ്കഥയായി, ഏറ്റവും എളുപ്പത്തിൽ വ്യവസായം ആരംഭിക്കുന്നതിന് നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള പിൻബലമൊരുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആ ലേഖനം തുടങ്ങുമ്പോൾ എഴുതി കുറിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് സർക്കാർ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു സാഹചര്യം, അതായത് ഒരുപക്ഷെ പണിമുടക്കുകളുടെയോ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെയോ നിയമക്കുരുക്കുകളുടെയോ നടപടിക്രമങ്ങളുടെ സങ്കീർണതകളുടെയോ ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. ഇനി കേരളത്തിൽ നിക്ഷേപം നടത്താനുള്ള ഏറ്റവും അനുകൂല അന്തരീക്ഷമാണുള്ളത്. അതുകൊണ്ട് നിക്ഷേപകരെ കടന്നുവരൂ എന്നൊരു വലിയ
സന്ദേശം മുന്നോട്ട് വെക്കുന്നതിനും അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് മൊത്തം നമ്മൾ പിണറായി മന്ത്രിസഭയുടെ കാലാവധി എടുക്കുമ്പോൾ 8.5 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇനി വരുന്ന കാലഘട്ടത്തിൽ സർക്കാരിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു നിക്ഷേപ സംഗമവും അതോടൊപ്പം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയും ക്ഷണിക്കപ്പെട്ട അതിഥികളെയും ഒക്കെ കേന്ദ്രമന്ത്രി